എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഗെയിം ഒത്തിരി ഇഷ്ടമാണെന്ന്. എനിക്കിഷ്ടം ഇന്റർവ്യൂല് കാണാൻ. എനിക്ക് ചോദ്യം ചെയ്ത് പാചകം അടിച്ചിരിക്കുന്നേക്കാൾ എനിക്കതൊരു എന്റർടൈൻമെന്റ് ഇഷ്ടമാണ്. അതിന്റെ ഗെയിം കളിച്ചാൽ ജയിക്കുന്ന എനിക്ക് കുറെ കൂടി ഓക്കെ, ഇത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന കാര്യം തന്നെ. എനിക്കറിയാം നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് അറിയാന്ന്. എങ്കിലും ഞാൻ ഒരാളെ കുറിച്ച് ചോദിക്കും. പക്ഷെ വൈറ്റ് ബോർഡ് ഉണ്ട്, മാർക്കർ ഉണ്ട്. നിങ്ങൾ കറക്റ്റ് ആൻസർ ഒരേ സമയത്ത് എഴുതാം. കുറെ കാലം എന്നെ പറ്റി നോട്ട് ചെയ്ത് വെക്കുന്ന ഇവനാണ്. ഇവന്റെ പലതും ഞാൻ ചിലപ്പോൾ തെറ്റിക്കാറുണ്ട്. ഒന്നും തോന്നരുത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവ ഭയങ്കര ഒബ്സർവ് ചെയ്യും. ഞാൻ അലപ്പ് മാത്രമേ ഉള്ളൂ, ഒബ്സർവ് അധികം ചെയ്യാറില്ല. അതായത് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ആരും നമുക്ക് നോക്കാം. ഇൻ കേസ് തെറ്റുത്തരാണ് പറയണമെങ്കിൽ ചെറുതായിട്ട് ആ ബൗളിൽ എന്താണെന്ന് നോക്കാം. ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത സാധനം ഒന്ന് കഴിക്കണം. അയ്യോ, സിമ്പിൾ പരിപാടിയാണ്. നോക്കാൻ പാടില്ല. അങ്ങോട്ട് എക്സാമിന് നമ്മള് നല്ല ശീലമുണ്ട്, കണ്ണങ്ങോട്ട് പോകും. പക്ഷെ ഓക്കെ, ദിയനെ ഫസ്റ്റ് കാണുന്ന സമയത്ത് ദിയ ഇട്ട ഡ്രസ് വിത്ത് കളർ അറിയാം. നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ. എനിക്കറിയാം. പഠിപ്പിയുടെ മുഖത്ത് കൊറേ എക്സ്പ്രഷൻ പോന്നു. മായിച്ചു. അതല്ലേ ഞാൻ പെട്ടെന്ന് കശിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം അല്ലേ? പക്ഷെ എന്തായിരുന്നു? യെല്ലോ സാരി. യെല്ലോ സാരി അല്ല, അത് ഞാൻ ഫസ്റ്റ് മായിച്ചെന്ന് പറഞ്ഞാ ബിക്കോസ് ഈ യെല്ലോ സാരി ദിവസം കണ്ട ആ പെൺകുട്ടിക്ക് എന്നെ ആരാണെന്ന് അറിയത്തില്ല. ഞാൻ എക്സിസ്റ്റ് എന്നെ അപ്പം എന്നെ മൈൻഡ് ചെയ്യുന്ന ഒരു ദിവസത്തിന്റെ ഒരു ഡ്രസ്സാണ് ഞാൻ ആദ്യം എഴുതിയത്. അത് പക്ഷെ അന്ന് അതെനിക്ക് ഓർമ്മയില്ല. ഈ ദിവസം ഇവൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. ഞാൻ അന്നേ പ്ലാൻ ഇട്ടതാണെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഇവ അന്ന് എന്നെ കണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരാളെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് പോലും അറിയില്ല. ഇവ എന്റെ മുമ്പിൽ എവിടെ വന്ന് നിന്നിട്ടുണ്ടോ, പക്ഷെ ഇവനെ കണ്ടിട്ടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അഖിൽ. പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇവൻ. അപ്പൊ അഖിലിനെ കാണാനായിട്ട് അഖിലും ഇവര് ഒരുമിച്ച് നിൽക്കുക. വേറെ ഞാൻ അഖിലിനെയും കെട്ടിപ്പിടിച്ച് അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. പക്ഷെ ഇവനെ ഞാൻ കണ്ട പോലും ഇല്ല ഇവിടെ. അഖിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല അന്ന് ഇവനെ. എനിക്ക് ഇവനെ അറിയില്ല. പക്ഷെ ഇവൻ എന്റെ പേരോ ഡീറ്റെയിൽസോ അറിയാവോ എന്ന് എനിക്കറിയുള്ളൂ. ഡിഡ് യു നോ മീ ദെൻ? എന്റെ പേരോ എന്തെങ്കിലും എനിക്ക് അത് എങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. നടന്റെ മോള് അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ അറിയാം. എന്നെ ഇവന് പേഴ്സണലി ഏതൊക്കെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അശ്വിനെ കുറിച്ച് ചോദിക്കാം. അശ്വിന്റെ ലവ് ലാംഗ്വേജ് എന്താണ്? ശരി, എന്താണ് പറയുന്നത്? ഞാൻ കിസ്സിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. പുള്ളി ഇതുപോലെ കയ്യിലായാലും കാലിലായാലും എന്ത് കിട്ടിയാലും തുമ്മ വെച്ചോണ്ടിങ്ങനെ ഇരിക്കും. അതെനിക്ക് ലവ് ലാംഗ്വേജ് ആയിട്ട് തോന്നിട്ടുണ്ട്. പണ്ടേ അങ്ങനെയാ, ഇപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ലൈക്ക് കിസ്സിംഗ് ആസിനിപ്പോ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കുന്നത് എല്ലാത്തിനും ഒരു കിസ് ഇൻവോൾവ് ആണ്. ഇങ്ങനെ ഇങ്ങനെ ദാറ്റ് ഇസ് ഇൻവോൾവ്. പിന്നെ ഗിഫ്റ്റ് ഓഫ് കോഴ്സ് ഉള്ള പോലെ. ഞാൻ അത് ഉണ്ട്. ഞാൻ എഴുതിയത് ഫ്ലവേഴ്സ്. അത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. എന്നാലും ഇയാളുടെ ലവ് ലാംഗ്വേജ് അതായിരുന്നു എനിക്ക് തോന്നുന്നില്ല. കൊടുക്കുന്നത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട്. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. അല്ലാതെ അവന് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സാധനം കിസ്സിംഗ് ഉള്ളി ആണ്. പക്ഷെ ഞാൻ എഴുതിയത് ഫ്ലവർ ആണ്. ഫ്ലവർ എഴുതാത്തത് കൊണ്ട് ഒന്ന് ചൂസ് ചെയ്തോളാം. ഞാൻ തന്നെ ഇഷ്ടമുള്ള ചൂസ് ചെയ്തോ. ഇത് ഓക്കെ, ഓപ്പൺ ചെയ്ത് എന്താണത്? എന്ത് പണ്ടാരമാണത്? പായസം വല്ലതും ഞാൻ തിന്നൂല. പായസല്ല, അതുകൊണ്ട് പേടിക്കണ്ട. എന്റെ ഫാമിലിയിലുള്ള സാധനം തന്നെ കറക്റ്റ് ആയിട്ട് എനിക്ക് തന്നു. സന്തോഷമായി. എന്റെ കുടുംബം മുഴുവൻ ഫേമസ് ആയത് ഈ റംബൂട്ടാൻ. കൊറോണ സീസണിൽ കൊറോണ പോലെ ഇരിക്കുന്ന ഫ്രൂട്ടാണ്. ഓക്കെ, ഇത് കഴിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ തിന്നണമെന്ന് വരെ പഠിപ്പിച്ചേ. ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവൻ ചെയ്യുന്ന കൈ വെച്ച് ഇതിനെ പിടിച്ചിങ്ങനെ ഇളക്കാൻ നടക്കണ കാര്യം അല്ല. ജസ്റ്റ് ചെറിയൊരു ബൈറ്റ് കൊടുത്താ ഇങ്ങനെ പിന്നെ നമുക്ക് കൈ വെച്ച് സുഖമായിട്ട് പീൽ ചെയ്തെടുക്കാം. മനസ്സിലായില്ലേ? ആൻഡ് ഇതിന്റെ പല വെറൈറ്റികളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ചിലന്ന് പറയുമ്പോൾ മഞ്ഞയാണ്, അത് വേറെയാണ്. അച്ഛൻ പറഞ്ഞുതരാം, അച്ഛൻ്റെ വ്ളോഗിലുണ്ട്. ചിലർ നമുക്ക് വായിലിട്ട ജ്യൂസ് മാത്രമായിട്ട് വരും. ആ സീഡ് ജസ്റ്റ് അവസാനം വരെ നമ്മുടെ വായിലിട്ട് മുട്ടായി പോലെ കഴിച്ചുകൊണ്ടിരിക്കാം. ചിലർ നമുക്ക് കടിച്ചെടുക്കുമ്പോൾ ആ അകത്ത് സീഡിന്റെ പീല് വരെ ഇളകി വരുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഇതേതാന്ന് ഞാൻ പറയാം. ഓക്കെ, സീഡിന്റെ തൊലി വരെ ഇളകുന്ന വെറൈറ്റിയാണിത്. അറിഞ്ഞിരുന്നില്ല എനിക്ക് ഇത്രയും വിശേഷങ്ങളുണ്ട്. ഇതായിരുന്നു തിന്നാൻ പറഞ്ഞ 4 മണി തിന്നായിരുന്നു. ഇത് പീസ് ചെയ്യുന്ന കുഴപ്പമില്ല. നമുക്ക് ആർക്കും അറിയാത്ത ദിയയുടെ ഒരു ഹിഡൻ ടാലന്റ്. അറിയാത്ത എന്തോ അറിയാം. അയ്യോ, എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടായിരിക്കും ചിലപ്പോ. അതാണോന്ന് ഞാൻ പറയാം. ആർക്കും അറിയത്തില്ല. അതെ, ആർക്കും അറിയില്ല. അറിയാം. ആൾക്കറിയില്ലേ? അല്ല, ഞാൻ ചില പറയട്ടെ, നന്നായി പടം വരയ്ക്കും.
ഓക്കെ ഫൈൻ, അത് കുറെ പേർക്ക് അറിയാം കേട്ടോ, സ്കൂളിൽ പഠിക്കുന്നവർക്ക് അറിയാം. അല്ല ഞാൻ വരയ്ക്കും, നല്ലപോലെ വരയ്ക്കും. നല്ലപോലെ വരയ്ക്കും. അശ്വിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ. ഈസി ആയി പോയോ? അത് തെറ്റ്, ഭയങ്കര ഈസി ആയി. ഓക്കെ, എന്താ? പാമ്പ്. സ്നേക്സ്. പേടിയാണോ? അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ഛ അടിക്കാൻ പോകും, ഞാൻ പിന്നാലെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകും. എനിക്ക് ഭയങ്കര പാമ്പിനെ കാറിലൊക്കെ ഇരുന്ന് അത് കടിച്ചാൽ മരിക്കും എന്നുള്ളൊരു ഫിയർ അല്ലാതെ പാമ്പിനെ കാണുന്നതും പാമ്പ് റാബിറ്റ്സിനെ ഒക്കെ കൊല്ലുന്ന വീഡിയോ ഒക്കെ ഇല്ല, ഞാൻ ഇരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴുത്തൊക്കെ ഒരുമാതിരി. എനിക്ക് പലതരം പാമ്പ്, ഞാൻ സൂവിൽ പോകുന്നത് റെപ്റ്റൈൽസിന്റെ അകത്ത് കയറാനാ. ഇനി ദിയനെ കുറിച്ചാണ്. ദിയ അമ്മയാകുന്നതിന് മുൻപും അതിനുശേഷം നോക്കുകയാണെങ്കിൽ വന്നൊരു ചേഞ്ച്. എനിക്ക് മെയിൻ ആയിട്ട് തൊട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ക്ലൂ കൊടുക്കരുത്. ഞാൻ പേഷ്യൻസ് എന്നാണ് എഴുതിയത്. പേഷ്യൻസ്, എന്റെ സ്ലീപ്പിംഗ് ഷെഡ്യൂൾസ് എന്നാണ് ഞാൻ എഴുതിയത്. തെറ്റുത്തരം. അത്ര നല്ല പോലെ ഉറങ്ങുന്ന ആളായിരുന്നു ഞാൻ, ഭയങ്കരമായിട്ട് ഉറങ്ങും. എനിക്ക് ഉറക്കം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പേഷ്യൻസ് ഉറങ്ങാതെ പേഷ്യന്റ് ഇവ എന്നെ അങ്ങനെ പേഷ്യന്റ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ എനിക്കിപ്പോ എന്നെ ഉറക്കത്തിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഭയങ്കര ദേഷ്യം കാണിക്കും. ഇവന് വേണ്ടിയിട്ട് ഞാൻ ഉറക്കത്തിന്റെ ഇടയിൽ 10 പ്രാവശ്യം എണീച്ചാലും ഇവനെ കൊഞ്ചിച്ച് ചിരിപ്പിച്ച് ഞാൻ സോംബിയെ പോലെ ഇരുന്നായിരിക്കും ഇവനെ കൊഞ്ചിക്കുന്നത്. ഇതുപോലെ നല്ല ഐറ്റം കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞാൻ. തന്റെ ഒരു ഭാഗ്യം വെച്ച് എനിക്ക് തോന്നുന്നില്ല. മുളകായിരിക്കും, കൈയിട്ട് കുത്തി പൊട്ടിക്കും. പുളി, അത് കിട്ടിയാൽ മതി, ഞാൻ അതും തിന്നും. അതും ഇഷ്ടമാ. എനിക്ക് പുളി അത്ര ഇവന് താല്പര്യമില്ല. പിന്നെ ഞാൻ തിന്നോളാം, ഇന്റർവ്യൂ കഴിഞ്ഞാൽ തിന്നോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടം പുളി. ഞാൻ പുളി വെള്ളത്തിൽ മുളക് കൂടിയിട്ട് കലക്കൊക്കെ കുടിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. സൂപ്പർ. ഓക്കെ, ഇനി അടുത്ത അശ്വിനെ കുറിച്ചാണ്. അശ്വിൻ ലൈഫ് ലോങ്, ഫുഡിന്റെ കാര്യം പറയുമ്പോൾ കറക്റ്റ് തന്നെ, ലൈഫ് ലോങ് ഒരൊറ്റ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ കഴിക്കുന്ന ഒരു ഡിഷ്, ഒരു ഫുഡ് ഐറ്റം. ഞാൻ എഴുതട്ടെ? അറിയാട്ടോ, ആള് വേഗം സ്റ്റിൽ ചെയ്യുന്നുണ്ട്. അല്ല, ഇതാണെന്ന് തോന്നുന്നേ. എന്താണ് ഇത്? ചോറും രസവും പൊട്ടറ്റോ ഫ്രൈ, പിന്നെ അവന്റെ അമ്മയുടെ അച്ചാറ്, അതൊക്കെ തന്നെ. ഞാൻ എഴുതിയത് വെജ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ. എനിക്കിപ്പോ അതാ ഇഷ്ടം. അതാണ്. പക്ഷെ താരെ ഞാൻ പറയട്ടെ, ഇവ എവിടെ പോയി ഞാൻ കഴിച്ചോളാം. ഞാൻ പറയട്ടെ, ഇവ എവിടെ പോയി, ഏത് നാട്ടിൽ പോയി എന്ത് കഴിച്ചാലും, ഇപ്പൊ എന്റെ വീട്ടിൽ പോയി ഇവ ഒരു 5 ദിവസം അടുപ്പിച്ച് അവിടുത്തെ ഫുഡ് കഴിച്ചാൽ ഇവൻ പറയും, എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എനിക്ക് എന്റെ ചോറും രസവും ഒക്കെ എന്റെ അമ്മ ഉണ്ടാക്കുന്ന കഴിച്ചില്ലെങ്കിൽ ശരിയാവും. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ഒരു ഇതുണ്ട്. എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ 5 ദിവസം നമ്മൾ പുറത്തു പോയി കഴിക്കുമ്പോൾ കഴിച്ചിട്ട് പിന്നെ ഹോംലി ഫുഡിനോട് നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു സാധനം കഴിക്കാൻ നേരത്ത് നമുക്ക് അത് ഒരിക്കലും പിടിക്കത്തില്ലല്ലോ. നമുക്ക് അത് എനിക്ക് 5 ദിവസം ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നിട്ട് 6ാം ദിവസം എനിക്കിത് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. അപ്പൊ എനിക്ക് രസവും അത് തന്നാ ഓക്കെ. അപ്പൊ ഇഷ്ടമുള്ള ചൂസ് ചെയ്തോ? അങ്ങ് അറ്റത്തത് എടുത്തതായിരുന്നു. മുളകൊന്നും ആവാതിരുന്നാ മതിയായിരുന്നു. നാരങ്ങ അതെനിക്ക് ഇഷ്ടമല്ല. എങ്കിലും എക്സ്പ്രഷനിലത് കഴിയാൻ പറ്റുമോ? എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് വായിലിട്ടൊരു കടിച്ചോ. എനിക്ക് ഇഷ്ടമല്ല. കുഴപ്പമില്ല, പായസത്തിന്റെ അത്രയും കുഴപ്പമില്ല. പായസം അയ്യോ, ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാനും ഉഷാനി ഹൻസിക്കും ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല. പായസത്തോടെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിക്കൂല, എനിക്ക് ഒട്ടും പറ്റൂല. എനിക്ക് തിരുവനന്തപുരം നമ്മുടെ പായസവും ബോളിയും സദ്യ അങ്ങനെയാണ്. എനിക്ക് ചോറും മീൻകറിയും കരിവാട് പഴങ്കഞ്ഞി അതിന്റെ ആളാണ് ഞാൻ. പക്ഷെ പായസം പറ്റത്തില്ല. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ദിയയെ കുറിച്ചാണ്. ദിയ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ചേഞ്ച് ആവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മത്സരിച്ചാണല്ലോ എഴുതുന്നത്. അല്ല, എനിക്ക് എന്നെ പറ്റിയ നല്ലൊരു കാര്യം എല്ലാരും പറഞ്ഞതുണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു മനപ്പുറത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവ എന്ത് പണ്ടാരോട് എഴുതുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അശ്വിൻ സ്ട്രൈറ്റ് ഫോർവേഡ്നെസ്, അതായത് ഓപ്പൺ ആയിട്ട് എല്ലാം പറയണം. അതാ ശരിയാട്ടോ, അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എഴുതിയത് വേ ഹാൻഡിൽ നെഗറ്റിവിറ്റി ആണ്. അത് ആക്ച്വലി സ്ട്രേറ്റ് ഫോർവേഡ്നെസ്സിനകത്ത് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ എല്ലാം അങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകും. കാരണം എനിക്ക് ഒരു സാധനം പോലും ഇവൻ പറഞ്ഞത് ശരിയാ, സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആണ് കേട്ടോ. എന്റെ ആൻസർ ആണ് ആക്ച്വലി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം ഇവന്റെ അമ്മയായാലും ഇവന്റെ ഫാമിലി ഉള്ളവരായാലും എന്നെ പറ്റി പറഞ്ഞിട്ടുള്ള ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്. ബിക്കോസ് എനിക്ക്
ഇപ്പൊ എന്തെങ്കിലും ഇഷ്ടമല്ല, ഇപ്പൊ അവന്റെ ഫാമിലി സൈഡിൽ നിന്ന് അവരെന്തെങ്കിലും പറയുന്നു, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അപ്പം പറയും എനിക്ക് ഇഷ്ടമല്ല സത്യം ആന്റി, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇപ്പൊ കാരണം എത്രയോ പേരുണ്ടാവും ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഫിയാൻസയുടെ പാരന്റ്സിനെ ഒന്ന് ചാക്കിലാക്കാൻ വേണ്ടി അവരെ ഒന്ന് സൂചിപ്പിക്കാം എന്നുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റത്തില്ല. ഞാൻ എല്ലാവരോടും സ്വീറ്റ് ആൻഡ് ഫണ്ണി ആൻഡ് വെരി നല്ല ഇതായിട്ട് ഫ്രണ്ട്ലിയാണ്. പക്ഷെ അതാരാണെങ്കിലും എൻ്റെ അച്ഛൻ ഒഴിച്ച്, എൻ്റെ അച്ഛൻ എനിക്ക് പേടിയാ, ബാക്കി ആര് എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും, അയ്യോ എനിക്ക് പറ്റില്ല. ദിയക്കൊരു വലിയ എമൗണ്ട് ലോട്ടറി അടിക്കാണ്. അപ്പൊ ആ എമൗണ്ട് കൊണ്ട് ദിയ ആദ്യം ചെയ്യാൻ പോകുന്നൊരു കാര്യം. I don't know. I just don't know. ഞാൻ എനിക്ക് തോന്നിയ ദിവസമൊക്കെ എഴുതി അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. എന്തായിരിക്കും മേ ബി? What did you write? ബിസിനസിന് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൂട്ടും. ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. ഞാൻ ഷോപ്പിംഗും ട്രിപ്പിംഗും ആണ് എഴുതിയത്. ഷോപ്പിങ്ങിന് ഭയങ്കര സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? ഞാൻ ചുമ്മാ ഇപ്പൊ സ്റ്റുഡിയോയിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ചില സമയത്ത് ഞാൻ ഭയങ്കര ഓവർഡൂ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്റെ കൂടെ ക്യൂയിൽ നിൽക്കുന്നവരെയൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്കും they'll be taking ഒരു 2 ഡ്രസ്സോ 3 ഡ്രസ്സോ വെച്ചുകൊണ്ട് നിൽക്കും. ഞാനവിടെ 3 ബാഗൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കും. അവിടെ ബില്ലടിക്കാൻ നിൽക്കുന്നവരെ ഞാൻ വെറുപ്പിക്കും. എനിക്ക് സ്റ്റുഡിയോക്കാർ ആക്ച്വലി എനിക്ക് എന്റെ ബ്രാൻഡ് അംബാസിഡർ തന്നെ ആക്കണം. കാരണം ഈ ടൈം ഞാൻ ഇന്ന് ബില്ലടിക്കുമ്പോൾ മിനിമം ഒരു 20,000 രൂപയെങ്കിലും ബില്ല് വരാറുണ്ട് ശരിക്കും. ബെസ്റ്റ് സൈഡ് ഇപ്പൊ 20,000 നിൽക്കൂല, 35 കയറി. അവിടെ കുറച്ച് എക്സ്പെൻസീവ് അല്ല, പോലെ അല്ലല്ലോ. ഓക്കെ, ചൂസ് ചെയ്തോ? പേടിയാവുന്നതൊക്കെ നിനക്ക് ഇഷ്ടമുള്ള അയ്യോ ഞാൻ വീണ്ടും കഴിക്കും, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. കഴിച്ചോ നല്ലതാ, ഹെൽത്തിന് നല്ലതാ. കയ്പ്. ഓക്കെ, ഇതെനിക്ക് കുഴപ്പമില്ല. എനിക്കപ്പോ സത്യം വന്നതൊന്നും വലിയ പ്രശ്നമില്ല. എല്ലാം ഇഷ്ടമുള്ള കാര്യം എന്തായാലും ഭയങ്കര ലോട്ടറി ആയിരുന്നു. ഇനി നമുക്ക് എന്നെ കുറിച്ച് അശ്വിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എങ്കിൽ എന്ത് ചെയ്താ അശ്വിൻ കൺവിൻസ് ആവും? അയ്യോ അതിവിടെ പറയാൻ എഴുതിയാ മതി. അതിവിടെ പറഞ്ഞാൽ ശരിയാവും തോന്നുന്നില്ല. ഇത് കുട്ടികളും കൂടെ കാണുന്ന പരിപാടിയാണ്. അവിടെ ഞാൻ എനിക്ക് വരുന്ന ഡീസൻസി ഞാൻ പറയണല്ലേ, മേക്ക് ലവ്. മേക്ക് ലവ് ഞാൻ സെൻസർ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. അഡൽട്ട് സൂപ്പർവിഷനോടെ വേണം ഈ ഇന്റർവ്യൂ കാണാൻ. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് Made for each other. Confirm. അല്ല ഇവന് എന്തെങ്കിലും വിട്ടത് സോപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവൻ ആ ലാപ്ടോപ്പിന്റെ മുമ്പിൽ നിന്ന് ഇവ അനങ്ങണമെങ്കിൽ രജനീകാന്ത് എങ്ങാനും വന്ന് മോനെന്ന് വിളിക്കണം, അല്ലാതെ ഇവ അനങ്ങില്ല അതിന്റെ മുമ്പിൽ നിന്ന്. ഇനി അഥവാ അനങ്ങണമെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ, ഇല്ലെങ്കിൽ ഇവ അനങ്ങൂല കേട്ടോ. അവിടെ അവൻ ജോലി വിട്ട് വരണമെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലാണെങ്കിൽ അവൻ ജോലി വിട്ട് വരത്തുള്ളൂ.